ഇപ്പോൾ ശ്രീ PS ശ്രീകുമാർ ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. അങ്ങ് ചർച്ചയുടെ ഒരു ഭാഗമെങ്കിലും കേട്ടു എന്ന് കരുതുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനവും അതിൻ്റെ തുടർച്ചയും അതിൻ്റെ ചരിത്ര പ്രാധാന്യവുമാണ്. ഇവിടെ വന്ന അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുന്നു, ഭാരതത്തിന് നിർണായകമായ ഒരു സ്വാധീനം വരുന്നു. അതല്ലെങ്കിൽ ഭാരതത്തെ തുല്യ ശക്തികളായി ഒക്കെ അംഗീകരിച്ചു കൊണ്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഭാരതം ചില നിർണായകമായ നിലപാടുകൾ ഇടപെടലുകൾ നടത്താൻ ഒരുങ്ങുന്നു. അതല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു രാജ്യാന്തര സമൂഹം. അതിനും അപ്പുറം ഇപ്പോൾ ഫഖ്റുദ്ദീൻ അലി പറഞ്ഞത് ഭാരതത്തിൻ്റെ വിദേശകാര്യ നയം എന്ന് പറയുന്നത് കേവലം റൊമാൻറ്റിക് നിലപാടുകളിൽ അല്ല എന്നുള്ളത്. അങ്ങ് എങ്ങനെയാണ് ഈ സന്ദർശനത്തെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രസക്തിയെ നോക്കുന്നത്, കാണുന്നത്, അവലോകനം ചെയ്യുന്നത്? ഈ സന്ദർശനത്തിനെ തീർച്ചയായും സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ വൈകിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു നിരീക്ഷണം. നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് റഷ്യ ആണെങ്കിലും യുക്രൈൻ ആണെങ്കിലും രണ്ട് രാജ്യങ്ങളും ഇന്ത്യയെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. അവർ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ വിശ്വാസ്യതയെ അവർ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ധ്യ സംഭാഷണത്തിനുള്ള വേദി ഒരുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പോഴേ നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞ പോലെ യുക്രൈൻ രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത്. തീർച്ചയായും അത് സ്വാഗതാർഹമാണ്. പക്ഷെ ഈ ഇനിഷ്യലായിട്ടുള്ള ഈ ചർച്ചയ്ക്ക് ഉപരി നമുക്ക് ശാശ്വതമായി പരിഹരിക്കുവാൻ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. രണ്ട് രാജ്യങ്ങളെ ഒരുമിച്ചിരുത്താൻ സാധിക്കുമെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു വിജയമായിരിക്കും. നമുക്ക് പണ്ട് സൂയസ് കനാൽ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ ഇനിഷ്യേറ്റീവില്, VK കൃഷ്ണമേനോനൊക്കെ ഈ ഇനിഷ്യേറ്റീവിൽ അങ്ങനെ സാധിച്ചിട്ടുണ്ട്, ഈ കക്ഷികളെ ഒരുമിച്ചിരുത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ. അതേപോലെ ഈ ഒരു സന്ദർഭത്തില് റഷ്യയും യുക്രൈനെയും ഒരു ടേബിളിന് മുമ്പിൽ നമ്മുടെ ഇവിടെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ മറ്റ് കക്ഷികൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ടേബിളിന് ചുറ്റും ഇരുത്തി ഇതിനൊരു സമാധാന ശ്രമങ്ങൾക്ക് തുടക്കം കഴിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു വലിയൊരു വിജയമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എങ്കിൽ പോലും ഈ ഒരു തുടക്കം നല്ല കാര്യം തന്നെ, അതിനായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.